നമുക്കൊന്ന് പരിപ്പും മുരിങ്ങയിലും കറി വയ്ക്കാം. ഒരു ചാറ് കറിയായിട്ടാണ് ഞാൻ വെക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, മുരിങ്ങയില നല്ല അയണാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണത് നല്ല, കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇത് വളരെ അത്യാവശ്യമുള്ള ഘടകമാണല്ലോ. അപ്പോൾ ഞാൻ പരിപ്പ് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിൻ്റെ അര സ്പൂൺ നല്ല ജീരകം. ഇട്ട് കൊടുത്തിട്ട് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ അരച്ച് കൊണ്ടുവന്നതാണിത്. നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അരച്ചെടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ, കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരട്ടെ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറി. ഇത് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ചോറുണ്ണാനേ. നല്ല ചാറ് കറിയാണ്. ഒരു 10-25 ചുവന്നുള്ളി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. വെളുത്തുള്ളി 5-6 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന്, 2 പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ കറി വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം ഇട്ട് കറി വയ്ക്കാം കേട്ടോ. എനിക്ക് ഇത് ഒരു ലേശം ചുവന്ന മുളകും കൂടി ചേർക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്, കാണാനും ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചുവന്ന മുളകും കൂടി ചേർക്കേണ്ടത്. അത് 2 പച്ചമുളക് ഇട്ട് എന്നിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു 3-4 പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം അതായി വരുമ്പോൾ നമുക്ക് വേപ്പില ഒന്ന് അതിനോടൊപ്പം ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്നോളും. മുരിങ്ങയില വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി കഴിക്കണം എന്നാണ് ഞാൻ പറയുക. കുറേശ്ശെ ഒരു തോരൻ പോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നല്ല എണ്ണ. ഞങ്ങൾക്കിപ്പോൾ മുരിങ്ങ മരമൊന്നുമില്ല, പലയിടത്തുനിന്നും കിട്ടിയിട്ട് വേണം. അപ്പോൾ അത് മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി കേട്ടോ, പഴുത്ത തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. അത് നന്നായി വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. സിമ്പിളാണ് താനും, അതേസമയം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പപ്പട, മീൻ വറുത്തത ഒക്കെ, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സദ്യ പോലെ നമ്മൾ ചോറ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറേ ചോറുണ്ണാം. അപ്പോൾ അത് നന്നായി വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഉപ്പൊക്കെ ചേർക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
അത് വലിയ സ്പൂണായ കാരണമാണ് ഞാൻ അറിയട്ടെ. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറി എന്നെ ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് ഈ കറിക്ക് ടേസ്റ്റ് തോന്നുന്നത്. പച്ചമുളക് മാത്രം ഇട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് അത്ര തോന്നി. ഇനി നമ്മൾ നന്നായി കഴുകി വാല വെച്ച നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എന്തോരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന വളർച്ച, അവരിങ്ങനെ മണ്ണും ഇതൊക്കെ വാരി തിന്നും കുട്ടികൾ. അവർക്ക് എന്ത് കിട്ടിയാലും സ്കെച്ചാ എന്ത് കിട്ടിയാലും കടിക്കണ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇലകൾ എന്തെങ്കിലുമൊക്കെ പയറിൻ്റെ ഇലയോ എന്തിൻ്റെ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുക. ചീരയൊക്കെ മേടിക്കാൻ പേടിയാണ്. ഈ അവരെന്തിലൊക്കെയോ മുക്കിയിട്ടാണ് കേടാവാണ്ട് കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി. വീട്ടിലുണ്ടെങ്കിൽ സുഖമാണ്. അപ്പോൾ മുരിങ്ങയിലൊക്കെ മിക്കവരുടെ വീട്ടിലുണ്ടാവും, അപ്പം എൻ്റെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയില അങ്ങനെ തന്നെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അത് വേവിച്ചാൽ മതി കേട്ടോ. അത്രയാണ് വെന്ത് ഇതാവുന്നില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയല്ല. അപ്പോൾ ഞാൻ പരിപ്പ് വെന്ത് വന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും ഇതൊക്കെ ചേർത്ത കാരണം ഒന്ന് ജസ്റ്റ് ഒരു തള വന്നോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി തള വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ട്, പരിപ്പും മുരിങ്ങയിലയും കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്, അച്ചാർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.